അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോവുക എന്നുള്ളത് സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് ഒരു പേജ് ഓതാൻ എത്ര സമയം വേണം? ഒരു കടലാസ് ഓതാൻ 2 മിനിറ്റാണ് ആവശ്യം. അറിയാത്തവർ ഒന്ന് മറിച്ചെങ്കിലും നോക്കണം. എനക്കൊന്ന് ഓതാൻ അറിയുന്നില്ല ഉസ്താദെ, എന്നാ ഖുർആൻ മറിച്ചു നോക്കാൻ കഴിയില്ലേ? ഒതുവോടുകൂടി ഖുർആൻ മറിച്ചു നോക്കണം. പക്ഷെ ഒതു വേണം, ഒതാവശ്യമാണ്. എല്ലാവർക്കും, ആണായാലും പെണ്ണായാലും ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും മുസ്ഹഫ് തൊടാൻ ഒതു വേണം, നിർബന്ധമാണ്. നമ്മളെ പുരയിൽ ചിലപ്പോ പെണ്ണുങ്ങൾ നിസ്കാരപ്പായലിരുന്നിട്ട് ചെറിയ മദ്രസക്ക് പോകുന്ന കുട്ടികളോട് പറയും, ആ മുസ്ഹഫ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാൻ. എന്നിട്ട് ഓതിയിട്ട് ആ കുട്ടികളെ കയ്യിൽ കൊടുക്കും, ഈ മുസ്ഹഫ് ഒന്ന് അവിടെ കൊണ്ടുപോയി വെക്ക് അല്ലേ? സാധാരണ പെണ്ണുങ്ങൾ കൊടുക്കാറുണ്ട്, സ്ത്രീകൾ. ആ കുട്ടികൾക്ക് ഒളു ഇല്ലാതെ അവരെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഒളു ഇല്ലാതെ അവരെ കൊണ്ടുവരാൻ പറയാൻ പാടില്ല. അല്ല ഉസ്താദെ, മദ്രസക്ക് വന്ന ചെറിയ കുട്ടിയല്ലേ, ആയിക്കോട്ടെ, അവർക്ക് ഒളു ഇല്ലാതെ തൊടാൻ പറ്റൂലേ? അവർക്ക് പഠിക്കാൻ വേണ്ടി ഒളു ഇല്ലാതെ തൊടാം. രാവിലെ സുബഹിക്ക് ചെറിയ കുട്ടി മുസ്ഹഫ് എടുത്ത് കൊണ്ടുപോവാണ്. എന്തിനാണ്? പഠിക്കാൻ വേണ്ടി. എന്നാ പിന്നെ ഒളു എടുക്കണമെന്ന് നിർബന്ധമില്ല. പഠിച്ചു കൊണ്ടുവരികയാണ്, എന്നാ പിന്നെ ഒളു ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അതേ സമയത്ത് ഉമ്മക്കോ വാപ്പക്കോ ജ്യേഷ്ഠത്തിക്കോ മുസ്ഹഫ് എടുത്തു കൊടുക്കുകയാണ് ഓതാൻ വേണ്ടി, എന്നാലോ ഒതു എടുക്കൽ നിർബന്ധമാണ്. ഒതു ഇല്ലാത്ത കുട്ടികളോട് പറയാൻ പാടില്ല. നമ്മളത് ആ തെറ്റ് ചെയ്യുന്നുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. ഒതു ഇല്ലാത്തവരിത് തൊടാൻ പാടില്ലെന്ന് ഖുർആൻ തന്നെ പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒതു ഇല്ലാതെ മുസ്ഹഫ് തൊടരുത്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ മുസ്ഹഫ് വളരെ ഗൗരവത്തോടെ ആദരിക്കേണ്ടതാണ്. മുസ്ഹഫിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. നമ്മുടെ കുട്ടി മദ്രസ വിട്ട് വരുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ മദ്രസ വിട്ടിട്ട് വരുമ്പോ കയ്യില് മുസ്ഹഫ് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. അത് ആ കുട്ടിയോടുള്ള ബഹുമാനമല്ല, ആ മുസ്ഹഫിനോടുള്ള ബഹുമാനമാണ്, മുസ്ഹഫിനോടുള്ള ആദരവാണ്. മുസ്ഹഫിനെ കാണുമ്പോൾ എന്താക്കണം? എഴുന്നേറ്റ് നിൽക്കണം, സുന്നത്താണ്. ആലിമിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പണ്ഡിതനെ കാണുമ്പോൾ, ഉസ്താദുമാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. സഹോദരങ്ങളെ, അത് അയാൾ എന്നെക്കാൾ വയസ്സ് കുറഞ്ഞ ആളാണ്, അയാൾ ഇവിടുത്തെ മുഅല്ലിമാണ്, മുക്രിയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൽമുള്ള ആളാണോ, എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്, അദബാണ്. മൻ ലാ ലഹു അദബുൻ ഫഹുവ ഖിർദുൻ. അദബില്ലാത്തവൻ കരടിയാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അദബ് എല്ലാത്തിലും മുഖ്യമാണ്. സഹോദരങ്ങളെ, ഇരിക്കട്ടെ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ഹഫ് ധാരാളമായി പാരായണം ചെയ്യണം. മുസ്ഹഫിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മുസ്ഹഫ് അരന്റെ താഴേക്ക് ഇങ്ങനെ സ്കൂളിന്റെ ബുക്ക് പിടിച്ച് നടക്കുന്നത് പോലെ, ബാഗ് പിടിച്ച് നടക്കുന്നത് പോലെ നടക്കാൻ പാടില്ല. സൂക്ഷിക്കേണ്ടതാണ്. മദ്രസയുടെ മക്കൾക്ക് മുസ്ഹഫ് കൊടുക്കുമ്പോൾ അവർ ബാഗ് ഇങ്ങനെ അവരുടെ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് തട്ടുന്ന നീളമുള്ള ബാഗ്, ആ ബാഗിൽ മുസ്ഹഫ് ഇട്ട് അയക്കാൻ പാടില്ല. അതങ്ങനെ താഴ്ത്താൻ പാടില്ല. അത് എത്ര കഴിവിന്റെ പരമാവധി ഉയർത്തിപ്പിടിക്കേണ്ട സാധനമാണ്, വസ്തുവാണ് പരിശുദ്ധ ഖുർആൻ. നിസ്സാരപ്പെടുത്തരുത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അതൊക്കെ ആലോചിക്കണം. അതുപോലെ തന്നെ ഖുർആനിനെ നിലത്ത് വെക്കുന്നവരുണ്ട്. ചിലപ്പോ തിലാവത്തിന്റെ സുജൂദ്, സജദത്തു തിലാവ എന്ന് ചില സ്ഥലത്ത് കാണാം. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 14ഓളം സ്ഥലങ്ങളിൽ സജദത്തു തിലാവയുണ്ട്. ആ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് മുസ്ഹഫ് നിലത്ത് വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നവരുണ്ട്. പാടില്ല. അത് ഉയർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ സുജൂദ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മുസ്ഹഫ് ഒരിക്കലും താഴെ വെക്കാൻ പാടില്ല. ചില വീടുകളിൽ ഷോക്കേസ് കാണാം. ആ ഷോക്കേസിൽ താഴെ മുസ്ഹഫാണ്, കാരണം എടുക്കാൻ സൗകര്യമാണ്. അതിന്റെ മുകളിലാണ് നല്ല പൂ, അതിന്റെ മുകളിലാണ് പിന്നെ വേറെന്തെങ്കിലും സാധനങ്ങൾ, ക്രിക്കറ്റ് കളിച്ച് കിട്ടിയ ചില മൊമെന്റോകൾ, അതൊക്കെ മുകളിലാണ്. അതിന്റെ മുകളിൽ നല്ല ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവും. പക്ഷെ മുസ്ഹഫ് എവിടെയുള്ളത്? താഴെ ഉള്ളത്. പാടില്ല. നിങ്ങളെ വീട്ടിൽ രോഗം വരാൻ അത് കാരണമാണ്.
വീട്ടിലെ ബറക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്താനുള്ള കാരണം അതാണ്. വീട്ടിൽ അല്ലാഹു തആല അതേ വീട്ടുകാർ നടത്തുന്ന ജോലികൾ, ഏർപ്പാടുകൾ, കച്ചവടങ്ങള് അതൊക്കെ നശിക്കാൻ ഇത് കാരണമാണ്. മുസ്തഫ് അവഗണിക്കപ്പെടേണ്ടതല്ലോ. അത് ഏറ്റവും മുകളിൽ, എത്ര മുകളിൽ വെക്കാൻ കഴിയോ അത്രയും മുകളിലാണ് മുസ്തഫ് നമ്മൾ വെക്കേണ്ടത്. അല്ല ഉസ്താദെ, മീറ്റലത്തെ തട്ടിൽ വെച്ചെങ്കിൽ എടുക്കാൻ എത്തുന്നില്ല, എന്നാ എടുക്കാനുള്ള സ്റ്റൂളോ ചെയറോ അതിന്റെ മുകളിൽ കയറിയിട്ട് എടുക്കണം. അങ്ങനെയല്ലേ എടുക്കേണ്ടത്. പൊന്നി, നമ്മൾ പൊന്നി പിന്നെ സ്വർണം അത് എത്ര ഉള്ളിന്റെ ഉള്ളിൽ അറയിലാണ് വെക്കുന്നത്, പിന്നെ ഗോഡ്രേജിന്റെ ഉള്ളില്, കപ്പാട്ടിന്റെ ഉള്ളില് അല്ലേ. പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അത് പുറത്ത് തന്നെ വെക്കൂല, വളരെ സൂക്ഷിച്ചാ വെക്കുന്നത്. അത് എടുക്കുമ്പോ എത്ര പ്രയാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതിന് ബഹുമാനുണ്ട്, മുസ്തഫിന് ബഹുമാനം ഇല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ആ ബഹുമാനം എടുത്തുപോയോ അത് അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹു തആല അങ്ങനെ നിനക്ക് ശിക്ഷ തരുന്നു, നീ അറിയുന്നില്ല. അലം തമുറ അലൈക്കൽ ലയാലി ത്വിബാൽ വഅൻത മഹ്റൂമും മിനൽ ഖിയാം. എത്രയോ രാത്രികൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലേ, ആ രാത്രിയിലൊന്നും എഴുന്നേറ്റ് നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അല്ലാഹു തആല നിനക്ക് തരുന്ന ശിക്ഷയാണ്. അത് അല്ലാഹു തആല നിനക്ക് തരുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള അവസരമില്ലെങ്കിൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, ഉറക്കം വിടുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, അല്ലാഹു എന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, അലം യുബ്തലീക ബിഹുബ്ബിൽ മാലി വൽ ജാഹി വസ്സുഹ്റാ. നിന്നെ അല്ലാഹു പരീക്ഷിച്ചില്ലേ മോനെ, ബിഹുബ്ബിൽ മാലി, സമ്പത്തിനോടുള്ള അതിയായ മോഹം, നിന്റെ സ്വത്തിനോട്, നിന്റെ അതേ സമ്പത്തിനോടുള്ള അതിയായ മോഹം അല്ലാഹു നിനക്ക് തന്നില്ലേ, അത് അല്ലാഹു നിന്നെ ശിക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വൽ ജാഹി വസ്സുഹ്റാ, വലിയ സ്ഥാനമാനങ്ങള്, വലിയ അഭിമാനങ്ങൾ നീ ആഗ്രഹിക്കുന്നില്ലേ, ശുഹ്റത്ത് പ്രതീക്ഷിക്കുന്നില്ലേ, അത് അല്ലാഹു നിന്നെ ശിക്ഷിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ വീട് ഒരു തട്ടാണെങ്കിൽ എന്റെ വീട് 2 തട്ടാകണം, അത് 2ആണെങ്കിൽ എന്റേത് 3ആകണം. അയാളെ വീട്ടിൽ ഒരൊറ്റ വണ്ടിയാണെങ്കിൽ എന്റെ വീട്ടിലെ വണ്ടി മുന്തിയ അതേ കമ്പനിയുടെ വാഹനമാകണോ. നിന്റെ മനസ്സിൽ വരുന്നില്ലേ, നിന്റെ ചിന്തയിൽ വരുന്നില്ലേ, അത് അല്ലാഹു തആല നിന്നെ ശിക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, ഇന്ന് സ്വർണത്തിന്റെ വില വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യുവാക്കൾ പറയുന്നത് കല്യാണം കഴിക്കാൻ വലിയ പ്രയാസമാണ്, നിക്കാഹിന് വലിയ പ്രയാസമാണ്. കാരണം എന്തേ ഉസ്താദേ, മഹർ കൊടുക്കാനുള്ള വഴിയില്ല, മഹർ കൊടുക്കാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല, അതുകൊണ്ട് കല്യാണം പ്രയാസമാണ്. എന്തേ സഹോദരന്മാരെ പ്രയാസമായത്? കല്യാണ ദിവസം കൊടുക്കുന്ന മഹറുണ്ടല്ലോ, അത് ചില്ലറ മഹർ കൊടുത്താൽ പോരാ, സദസ്സിൽ വെച്ച് ഒരുപാട് ആളുകൾ കാണുമല്ലോ. ആ കാണുന്ന സമയത്ത് അവര് പറയണോ, ഇന്ന ചെറുപ്പക്കാരൻ ഇത്രയാണ് മഹർ കൊടുത്തത്, ഇത്ര വലിയ മാലയാ കൊടുത്തത്, ഇത്ര വലിയ അതേ വളകളാ കൊടുത്തത്, ജനങ്ങളൊക്കെ പറയണമെന്ന മേൽമത്തരോ നീ ആഗ്രഹിക്കുന്നില്ലേ? അത്
അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, കല്യാണം കഴിക്കാത്ത യുവാക്കളോട് പറയട്ടെ, ഒരിക്കലും അത്തരം ചിന്തകൾ നമുക്ക് ആവശ്യമില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മഹർ എന്നുള്ളത് സ്വർണം കൊടുക്കണമെന്നില്ല, വെള്ളി കൊടുക്കണമെന്നില്ല, വലിയ ആഭരണമാകണമെന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചല്ലോ, നിന്റെ കയ്യിൽ മഹർ കൊടുക്കാനുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരമുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി, അത് മഹറാകും കേട്ടോ. അതേ സമയത്ത് വലിയ മാലകളാകണമെന്നില്ല. സഹോദരന്മാർ, എന്റെ അടുത്ത് പഠിച്ചിരുന്നൊരു മുത്തഅല്ലിമൻ, അടുത്ത വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ നിക്കാഹാണ്. എന്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് നിക്കാഹ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എത്ര മഹർ കൊടുക്കുന്നു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എന്റെ കയ്യിൽ ഒന്നുമില്ല, 2 പവനിന്റെ പൈസ ഉണ്ട്, അതിൽ 1 പവൻ മഹർ കൊടുക്കാണ്, 1 പവൻ എന്റെ ഉമ്മക്ക് ഞാൻ എടുത്തു കൊടുക്കാണ്. ഇന്നാ ലില്ലാഹി മാഷാ അല്ലാഹ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതേ സമയത്ത് 2 പവൻ ആ കുട്ടിക്ക് മഹർ വെക്കാൻ പറ്റും. ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞതാണ്, 1 പവൻ എന്റെ ഉമ്മക്ക്, 1 പവൻ ഞാൻ മഹർ കൊടുക്കും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എനിക്ക് വലിയ സന്തോഷമായി പോയി. ആ കുട്ടിക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വിവാഹം ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി നടത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നലെ എന്റെ അടുത്ത് പഠിച്ചൊരു കുട്ടി കല്യാണം നടത്തി. അപ്പൊ മഹർ കൊടുത്തത് ചെറിയ 1-2 പൗണ്ട് താഴെയുള്ള സ്വർണമാണ്. എനിക്കത് കണ്ട് സന്തോഷമായി. സഹോദരങ്ങളെ, അങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് മാത്രമേ നമ്മൾ കൊടുത്താൽ മതി. അല്ലാതെ അതിനുവേണ്ടി കടമാക്കിയിട്ട് ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് വിശാലമായി ഇറങ്ങി സംസാരിക്കുന്നില്ല. ഇന്നൊരുപാട് ചെറുപ്പക്കാര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹോദരികളാണ്, യുവതികളാണ്. അവർക്കാണ് വലിയ കടുംപിടുത്തം. 10 പൗണ്ടിനേക്കാൾ താഴെ എങ്ങനെ കൊടുക്കാം, 5 പൗണ്ടിനേക്കാൾ താഴെ എങ്ങനെ പറ്റൂല എന്ന് പറയുന്നത് ഈ സഹോദരികളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഇന്ന മിൻ യുംനിൽ മർഅതി, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ബറക്കത്ത് അറിയുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പ്രായമുള്ള അമ്മായിമാരെ, വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണ് ബറക്കത്തുള്ള പെണ്ണാകണ്ടയോ? അതേ, ഐശ്വര്യമുള്ള പെണ്ണാകണ്ടയോ? ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയോ, നിന്റെ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണിന്റെ ബറക്കത്ത്, വഇന്ന മിൻ യുംനിൽ മർഅതി, ഒരു പെണ്ണിന്റെ ബറക്കത്ത് അറിയുമോ? തൈസീറു സദാഖുഹാ, അവളെ മഹർ ചുരുങ്ങലാണ് കേട്ടോ. എത്ര ചെറിയ മഹർ കൊടുത്തിട്ടാണോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, ആ പെണ്ണ് ബറക്കത്തുള്ളവളാ, ഐശ്വര്യമുള്ളവളാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാരാണെന്ന് ചോദിച്ചാൽ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ആ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അലിയേ, മഹർ കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കയ്യിലൊന്നുമില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നത്, അലിയെ, ഹത്തമിയ എന്ന് പറയുന്നൊരു പടയങ്കി ഉണ്ടല്ലോ, ഒരു യുദ്ധത്തിൽ ധരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തന്ന അങ്കിയാണല്ലോ, അത് നിങ്ങളെ കയ്യിലില്ലേ അലിയേ? അത് നിങ്ങൾ ഫാത്തിമക്ക് മഹർ കൊടുത്തോ?
ലോകത്തിന്റെ നേതാവായ മുത്തുനബി തങ്ങളെ മകള് സ്വർഗത്തിലെ രാജാവാ, സ്വർഗത്തിലെ റാണിയാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിയുടെ മഹർ സഹോദരങ്ങളെ ഒരു പടയങ്കി ആയിരുന്നു. ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല. അതിന്റെ പേരിൽ കടങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ ആഡംബരങ്ങളിലൂടെ കഴിച്ചുകൂടാ. പാവപ്പെട്ട പാവികളായ ചെറുപ്പക്കാരോട് അഥവാ മധ്യനിലവാരത്തോടെ ജീവിക്കുന്ന യുവാക്കളോട് പറയാറുള്ളത്, മുതലാളികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യല്ല. മുതലാളികൾ നടത്തുന്ന കല്യാണങ്ങൾ ഇസ്ലാമിന്റെ മോഡലല്ല, അവർ ഇസ്ലാമിന്റെ മാതൃകയിലല്ല. ഇസ്ലാമിന്റെ മാതൃക ലോകത്തെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആർഭാടമുള്ള കല്യാണമായിരുന്നില്ല, ഒരുപാട് അതേ ഭക്ഷണങ്ങളുടെ കലവറകളായിരുന്നില്ല, വിഭവസമൃദ്ധമായ അതേ ആഹാരങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചപ്പോ, അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മളെ റോൾ മോഡലുകളാരാ? അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, സ്വഹാബത്താ. അതേ സമയത്ത് ദൂർത്തടിക്കുന്ന ഇസ്രാഫുകൾ കാണിക്കുന്ന മുതലാളികളെ പിന്തുടർന്നുകൂടാ. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അനാവശ്യങ്ങൾ, അനാചാരങ്ങള് കല്യാണത്തിന്റെ പേരിൽ നടത്തിക്കൂടാ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നിലക്കുള്ളൊരു അഹംഭാവം നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇത് പടച്ച റബ്ബിന്റെ ശിക്ഷയാണ് കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന മഹാനായ സയ്യിദ് ഇല്യാസ് അൽ ഹൈദറുസി തങ്ങളവറുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു. അല്ലാഹു തആല തങ്ങളവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ശിക്ഷിച്ചിട്ടില്ല എന്ന് ധരിക്കണ്ട. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മറ്റൊരു ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു എനിക്ക് തരുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്, അതിന്റെ ലീസ്റ്റ് വളരെ ദീർഘമായി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്. അതിൽ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റു ചില കാര്യങ്ങൾ മറ്റു സമയത്താകാമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യം 10 മണിക്ക് അഥവാ 9:59 നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. സഹോദരങ്ങളെ, ഈ പരിപാടിക്ക് ധാരാളം ആളുകൾ വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ദഫിന്റെ എല്ലാ സ്പോൺസറുകൾ, അതിന്റെ മിക്കവാറും സ്പോൺസറുകൾ ഏറ്റെടുത്തത് നമ്മുടെ അസ്രഫ് കർമ്മല ആണ്. നേരത്തെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ധാരാളം ഇവിടെ ഇന്റർലോക്ക് ഇടുമ്പോ 10-12 ലക്ഷം ഉറുപ്പിക അദ്ദേഹത്തിന്റെ വകയായി ഈ പള്ളിക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് സഹായങ്ങൾ അൽഹംദുലില്ലാഹ്. എന്തിന് ചോദിച്ചാലും ഈ അസർ പിന്നെ അണ്ട് പോലെ ബാക്ക് കൂടും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാലും കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ നല്ല നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചോദിച്ച് അൽഹംദുലില്ലാഹ് നല്ല സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ അസ്രബുച്ചക്ക് വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. മഹാനായ തങ്ങളവറുകൾ ദുആ ചെയ്യും. ഇന്നത്തെ അരി ഭക്ഷണത്തിന്റെ